ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 2024 പുൽക്കൂട് നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ദിവസം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടിലുള്ള ഈ ഏരിയ വൃത്തിയാക്കി എടുക്കുകയും അവിടെ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പുൽക്കൂട് ഉണ്ടാക്കുകയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ഇപ്പം തന്നെ വെക്കുകയാണ്. അപ്പോൾ സാധാരണ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെക്കാറ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഷീറ്റ് വിരിച്ച് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടി ഇപ്പം തന്നെ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചാർട്ട് പേപ്പറിലും കാർഡ്ബോർഡിലുമാണ് ഈ ഒരു പുൽക്കൂടിനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇതുപോലെ വലിയ പ്ലൈവുഡ് പീസിൽ നമ്മൾ സീനറി ഒക്കെ വരച്ചുണ്ടാക്കി ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സീൻ ഉണ്ടാക്കിയെടുത്തത്. ഓരോ വർഷവും നമ്മൾ വളരെ ചെറുതാക്കി ചെയ്തിരുന്ന കാര്യം പിന്നീട് ഓരോ വർഷം കഴിയും തോറും പുതിയ കാര്യങ്ങൾ ചേർത്ത് ഇപ്പോൾ ഈ ഒരു ഡിസൈനിന് ഇത്രയും വലുതാക്കി നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു ബോർഡിനെ നല്ല രീതിക്ക് ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ചേട്ടൻ അത് ഡ്രില്ല് ചെയ്ത് ചുമരിലോട്ട് അവിടേക്ക് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചാർട്ട് പേപ്പറിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരച്ചെടുത്തിട്ട്, ഞാൻ പണ്ട് ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ചാർട്ട് പേപ്പറിൽ ബ്ലൂ കളർ പെയിൻറ് ചെയ്തിട്ട് ലൈറ്റ് ബ്ലൂ ഒരു പെയിൻ്റൊക്കെ കൊടുത്ത് ബ്ലാക്ക് കളർ കൊണ്ട് ഇങ്ങനെ മരങ്ങളും അതുപോലെ തന്നെ ഡിസൈൻസൊക്കെ വരച്ചു. വൈറ്റ് പെയിൻറ് ഉപയോഗിച്ച് സ്റ്റാറും ചന്ദ്രനൊക്കെ വരച്ചെടുത്ത് ഞാനിതുപോലെ ചുമരിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്നു. ഇനി നിങ്ങൾ മരത്തിലാണ് പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇനാമൽ പെയിൻറ്റുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡാർക്ക് ബ്ലൂവും വൈറ്റും ബ്ലാക്ക് പെയിൻറ്റും മേടിച്ചിട്ടാണ് ഈ ഒരു വലിയ പ്ലൈവുഡ് പീസിലേക്കുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മരത്തിലല്ല നിങ്ങൾ അടിക്കണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡിലാണ് പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലൈവുഡിൽ ചെയ്യണോണ്ട് ഇങ്ങനത്തെ പെയിൻറ്റ് വാങ്ങി ഫുള്ളായിട്ടും ആദ്യം ഞാൻ നേവി ബ്ലൂ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ ബോർഡ് ഫുള്ളായിട്ടും ഡാർക്ക് ബ്ലൂ പെയിൻറ്റ് ചെയ്താൽ നന്നായി ഉണങ്ങിയ ശേഷം നമ്മളിതിൻ്റെ മുകളിൽ ഇനി ലൈറ്റ് ബ്ലൂ പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് ബ്ലൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഡ്രോപ്സ് നേവി ബ്ലൂ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേവി ബ്ലൂയിലേക്ക് വൈറ്റ് മിക്സ് ചെയ്യരുത് കേട്ടോ. വൈറ്റ് പെയിൻറ്റിലേക്ക് നേവി ബ്ലൂ കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ളതായി കഴിയുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് നോക്കുക. കളർ ആവശ്യമായത് കിട്ടി കഴിയുമ്പോൾ നമ്മളത് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് ബ്ലൂ തന്നെ ആയാലാണ് ആ ഡാർക്കിന് മുകളിൽ ലൈറ്റ് ഒരു ഷെയ്ഡിങ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇനി നമ്മൾ ഡാർക്ക് ബ്ലൂവിൻ്റെ മുകളിൽ ഈ ലൈറ്റ് ബ്ലൂ ഒരു ഷെയ്ഡിങ് പോലെ പെയിൻറ്റ് ചെയ്യുക, അല്ലാതെ ഫുള്ളായിട്ട് അങ്ങനെ അടിച്ച് കളയല്ല. ഷെയ്ഡ് ചെയ്ത് കുറച്ച് ഡാർക്ക് ബ്ലൂ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റൊന്നും അല്ല കേട്ടോ, എനിക്ക് അറിയുന്ന പോലെ ഞാൻ ചെയ്യുന്നത്. ഇതിനെക്കാട്ടും നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫുള്ളായിട്ടും കളർ ചെയ്ത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാം. അതിനുശേഷം സ്റ്റാറിൻ്റെ ഡിസൈൻ ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് കുഞ്ഞു കുറേ ഡോട്ട്സ് വൈറ്റ് കളറിൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ചില സ്റ്റാറുകൾ ഇത്തിരി വലുത് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള സീനറി ഇതിൽ വരച്ചു കൊടുക്കാം. നമ്മൾ വൈകുന്നേരത്തെ സീനറി വരയ്ക്കുന്നതായതുകൊണ്ട് തന്നെ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെയുള്ള മരങ്ങൾ, പൈൻ ട്രീസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുന്നുകളും ഇതൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റിൽ വരച്ചപ്പോൾ അത്ര ഫിനിഷിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു മരം വരച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായപ്പോൾ അടുത്തത് ശരി. അപ്പോൾ അങ്ങനെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എക്സ്പേർട്ടൊന്നും അല്ലാത്ത കാരണം നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ട്രൈ ചെയ്യും, ചില ഇത് സക്സസ് ആവും, ചില ഇത് ഫ്ലോപ്പ് ആവും. അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ കളർ ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മരത്തിൽ സ്റ്റാറിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ചന്ദ്രക്കല അങ്ങനെ വരച്ചൊരു ഡിസൈനും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ലൈറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഇത് നന്നായിട്ട് തെളിഞ്ഞ് കാണും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ അതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് തന്നിട്ടുണ്ട്. കാർഡ്ബോർഡിലാണെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ മരത്തിൻ്റെ കട്ടറൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ അറിയില്ല, ചേട്ടനാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റാറും ചന്ദ്രക്കലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഭയങ്കര ഷാർപ്പ് ഡിസൈൻ അല്ല അതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഡിസൈൻ്റെ പുറകിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ലൈറ്റ് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ സ്റ്റാറും ചന്ദ്രനൊക്കെ ലൈറ്റ് കത്തിക്കണ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും മണ്ണ് അപ്പച്ചൻ പറമ്പിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ മണ്ണൊക്കെ ഞാൻ നിരത്തി അതിൽ കല്ലുകളും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്.
അപ്പോൾ മണ്ണിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓരോ ഏരിയയിലും വെക്കേണ്ടതെന്ന് ഒരു നേരത്തെ കൂടി ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. പുൽക്കൂട് അവിടെ വെക്കണമെന്ന് വെച്ചാൽ അനുസരിച്ച് അവിടെ മണ്ണ് മാറ്റിയിടുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിത്തുകളൊക്കെ മുളപ്പിച്ച് പുല്ലിൻ്റെ പോലെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മണ്ണൊക്കെ അവിടെ കട്ടിയിൽ ഇട്ട് കൊടുക്കണം. ഞാൻ സ്ഥിരമായിട്ടും ഒരേ ഒരു സ്ഥലത്താണ് ഓരോ ഐറ്റംസ് വെക്കാറ്. കാരണം നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നും പുറത്തോട്ട് കാണുന്ന കാഴ്ചയുടെ അനുസരിച്ചാണ് നമ്മളത് അറേഞ്ച് ചെയ്യണം. ഇനി നമ്മുടെ പുൽക്കൂട്ടിൽ പച്ചപ്പിന് വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല വിത്തുകൾ മുളപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗോതമ്പ് നമ്മൾ മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ള ഇലകളായിരിക്കും കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് പുല്ലിത്തിരി ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മുളപ്പിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് തെനയാണ് മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പുല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കിളികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഈ തെന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മുളച്ച് വന്നാൽ കാണുമ്പോൾ ഉണ്ടായിരിക്കുക. ഞങ്ങൾ സാധാരണ തെനയാണ് മുളപ്പിച്ചതുപോലെ ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് കടുകാണ് മുളപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൂക്കൾ പോലെ തോന്നുന്ന ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈനിലായിരിക്കും കടുകിൻ്റെ ഇല ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഏതൊരു വിത്തും മുളപ്പിക്കുന്നതിന് ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിത്തുകൾ ആദ്യം തന്നെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം ഒരു ദിവസം. അതിനുശേഷം നമ്മൾ ഈ ഒരു കുതിർത്ത് വെച്ച വിത്തുകളെ ഒരു നനഞ്ഞ തുണിയിൽ കിഴി കെട്ടി വെക്കണം. ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ തേനയിലൊക്കെ പെട്ടെന്ന് തന്നെ മുളകൾ വന്നു തുടങ്ങും. ഗോതമ്പിന് ചിലപ്പോൾ ഒരു ദിവസം കൂടി കൂടുതലെടുക്കാം. അപ്പോൾ ഇതുപോലെ കിഴി കെട്ടി നനഞ്ഞ തുണിയിൽ കെട്ടി ഇതുപോലെ ഇങ്ങനെ മൂടി വയ്ക്കുക. അടുത്ത ദിവസം വരുമ്പോൾ ഇതുപോലെ മുളകൾ വന്നിട്ടുണ്ടാവും. തുണിയുടെ പുറത്തു കൂടെയൊക്കെ കാണാം നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ മുളകളൊക്കെ വന്നിട്ടുണ്ട്. ഈ മുള വന്ന വിത്തുകൾ നമ്മൾ മണ്ണിൽ പാവി നമുക്ക് ഇതുപോലെ ഒരു പുല്ല് പോലെയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി ഓരോ വിത്തുകളും മുളച്ച് വരാനുള്ള സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. ഗോതമ്പൊക്കെ ആണെങ്കിൽ ഒരു 2 ആഴ്ച കൊണ്ടാണ് അത് മുഴുവനായിട്ടും വളർന്ന് നല്ല ഹൈറ്റിൽ വന്ന് കിട്ടുക. തെനയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച ഏകദേശം എത്തിയിട്ടുണ്ടാവും. കടുകും അങ്ങനെ തന്നെ ഒരു 5-6 ദിവസമൊക്കെ മതി. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ നമ്മൾ ഇതുപോലെ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഒരുപാട് ഹൈറ്റായി കാട് പിടിച്ച് പിന്നെ അതൊക്കെ ഒടിഞ്ഞൊക്കെ വീഴാനായിട്ട് തുടങ്ങും. മുള വന്നിട്ടുള്ള വിത്തുകൾ ചെറിയ നനവുള്ള മണ്ണിൽ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ നൈസായിട്ടുള്ള മണ്ണ്, കല്ലും കട്ടയൊന്നും ഇല്ലാത്ത മണ്ണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചധികം വിത്തുകൾ ഇട്ട് കൊടുക്കുക. ചിലതൊന്നും ചിലപ്പോൾ മുളച്ച് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിത്തുകളുടെ മുകളിൽ നൈസായിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുത്ത ശേഷം നമ്മളിനി ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ തവണ നനയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായി വെള്ളം കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുക്കുക വെള്ളം. പിന്നത്തെ സമയം തൊട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക 2 നേരം വെച്ചിട്ട്. ഇനി വിത്തുകൾ നന്നായി മുളയ്ക്കാനുള്ള 1-2 കാര്യങ്ങൾ നല്ല വിത്തായിരിക്കണം. അതായത് നമ്മൾ പുതിയത് മേടിച്ചതാണെങ്കിൽ നന്നായി പഴക്കം ചെല്ലുമ്പോൾ വിത്ത് മുളയ്ക്കാൻ സാധ്യത കുറയും. രണ്ടാമത്തെ കാര്യമുള്ളത് നമ്മൾ നനയ്ക്കുന്നത് അധികമായാലും വിത്തുകൾ ആകെ നാശമായി പോവും. മാത്രമല്ല മണ്ണ് വല്ലാതെ ഡ്രൈ ആയാലും പുല്ല് മുളച്ച് വരില്ല. മാത്രമല്ല ഒരുപാട് നേരത്തെ നമ്മളിതുപോലെ മുളപ്പിക്കാൻ നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം ആകുമ്പോഴേക്കും ഇത് ചിലപ്പോൾ നാശമായും പോകും. കാരണം എല്ലാം മുളച്ച് വേഗം വന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ പുല്ല് നമ്മൾ ഉണ്ടാക്കുന്ന അത്യാവശ്യം വൃത്തിക്ക് വരും. ഇനി പുല്ലൊക്കെ നമ്മൾ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു കഷ്ടകാലത്തിന് പൂച്ചയോ എലിയോ ഒക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല കയറും. പുല്ല് കാണുമ്പോൾ കയറിക്കഴിഞ്ഞാലും ഈ പുല്ല് നമ്മൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചൊക്കെ നാശമാവാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ പുൽക്കൂട്ടിലെ പുല്ലിലൊക്കെ ഇതുപോലെ എന്തൊക്കെയോ കയറി വന്ന് ആകെ നാശമായി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് പുല്ല് വെക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റാതെ നമുക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഇനി അങ്ങനെ പറ്റാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ട്രേയിൽ നമ്മൾ മണ്ണിട്ടിട്ട് ഇതുപോലെ വിത്തുകൾ മുളപ്പിച്ചെടുത്താൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു നാച്ചുറൽ ഭംഗി നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണതാണ്. പക്ഷേ കേടായി പോയാൽ പിന്നെ എന്ത് ചെയ്യും? ഇനി അടുത്തത് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കാം. പുൽക്കൂട് നമുക്ക് മരത്തിലും അതുപോലെ തന്നെ കാർഡ്ബോർഡിലും തെർമോക്കോളിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ മരത്തിലുണ്ടാക്കിയൊരു പുൽക്കൂടാണ്. ഈ കാണുന്നത് കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ടുള്ളൊരു പുൽക്കൂടാണ്. തെർമോക്കോൾ കൊണ്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട് പുൽക്കൂട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഒരു ക്രിയേറ്റിവിറ്റി ഫീൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം മരം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ ഇതേ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കാർഡ്ബോർഡിലും ഉണ്ടാക്കാം. കട്ടിയുള്ള കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഹോട്ട് ഗ്ലൂ ആണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഉപയോഗിക്കേണ്ടത്. മരം കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മൾ മരം ഒട്ടിക്കുന്ന ഗ്ലൂവും അതുപോലെ സ്ക്രൂ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യണത്. 4 പീസ് ബോർഡാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ബോർഡ് ബേസും ബാക്കിലൊരു ബോർഡ് കവറിങ് പോലെ പിന്നെ മുകളിൽ മേൽക്കൂര പോലെ ഇതുപോലെ ഒരു ബോർഡുമാണ് വെക്കണത്. ഇതിൻ്റെ ഒരു ഡിസൈൻ ഈ കാണുന്ന രീതിയിലാണ് വരിക. ഇനി നമ്മളിതിന് ഈ മേൽക്കൂരനെ താങ്ങി നിർത്താൻ 2 തൂണുകൾ നമ്മളിതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 മരത്തിൻ്റെ പീസ് എന്തെങ്കിലും അതിലിങ്ങനെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബേസ് ഏകദേശം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പുൽക്കൂടിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ 2-3 മരത്തിൻ്റെ പീസ് ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
കാർഡ്ബോർഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അല്ലേ ശരിക്കും നമ്മൾ മരത്തിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചതല്ല ഒട്ടിക്കുന്നു എന്ന് മാത്രം. ഒരു ദിവസം ഫുള്ളി ഇരുന്നാലാണിത് മുഴുവനായിട്ടും ഒട്ടി നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. കാർഡ്ബോർഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിമെയ്ഡ് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം ഉണങ്ങിയ ശേഷം നമ്മളിത് മുഴുവനായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബ്രൗൺ പെയിൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു പുൽക്കൂട് പെയിൻറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ബ്രൗൺ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ പ്ലൈവുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വുഡിൻ്റെ വേണ്ടിയിട്ടുള്ള പെയിൻറ്റാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഒരു കോട്ടടിച്ച് ഒരു ദിവസം ഫുള്ള് ഉണങ്ങിയ ശേഷം അടുത്ത് കോട്ടടിച്ചാൽ അത് നല്ലതായിട്ട് പിടിക്കുക. പക്ഷേ നമ്മൾ കാർഡ്ബോർഡും ചെയ്യുകയാണെങ്കിൽ അക്രിലിക് കളേഴ്സ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് നമുക്ക് ഈ പുൽക്കൂട് ഫുള്ളായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാം. രാവിലെ ഞാനൊന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറും കൂടി ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറേ ലൈൻസ് ഇങ്ങനെ മരത്തുമൊക്കെ കാണുന്ന ലൈൻസിൻ്റെ ഡിസൈനും കൂടി ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രത്തോളം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂട് ഒരുവിധം സെറ്റായിട്ടുണ്ട്. ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറുള്ള ഒരു വുഡ് കളർ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു LED ലൈറ്റും കൂടി പിടിപ്പിച്ച് കൊടുത്തപ്പോൾ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലൈറ്റ് ഇങ്ങനെ കണക്ഷൻ കൊടുത്ത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ക്യാൻഡിൽ ലൈറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാനൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വൈക്കോലിൻ്റെ പീസ് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നീളത്തിലുള്ള പീസുകളൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ നിരത്തി കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മേൽക്കൂരയുടെ അളവനുസരിച്ച് വേണം നമ്മൾ കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ പുൽക്കൂടിന് മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കുന്നില്ല. കാരണം പുൽക്കൂട് ഓരോ കൊല്ലവും നമ്മൾ എടുക്കുമ്പോൾ വൈക്കോൽ നാശമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് കാർഡ്ബോർഡുമ്മയാണ് ഞാനിതുപോലെ വൈക്കോൽ ഒട്ടിച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്കത് ആവശ്യം കഴിഞ്ഞാൽ മാറ്റുകയും ചെയ്യാം. പുൽക്കൂട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കോറൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഇതാണ് കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്ന പുൽക്കൂട് കേട്ടോ. ഇതിന് നമ്മൾ ഒരു 5 പീസ് കാർഡ്ബോർഡാണ് വേണ്ടത്. അത് നമ്മളിതുപോലെ 4 പീസ് ആദ്യം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ ഹോട്ട് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് മുകളിൽ മേൽക്കൂര പോലെ ഒരു ട്രയാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്ത് വൈക്കോൽ ഒട്ടിച്ചിട്ട് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കാണാൻ നമുക്കൊരു സന്തോഷമാണ്. ചിലപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് ഇതിലും ഭംഗിയുള്ളത് കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് നമ്മളൊരു എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴാണ് അതിനൊരു ഭംഗി വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പുൽക്കൂട്. ഇതുപോലെയൊക്കെ നമ്മളൊരു ജനാലയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇനി നമ്മളിത് പെയിൻറ്റ് ചെയ്ത് ഫുള്ള് എടുക്കുക. നമുക്ക് ഡിസൈനൊക്കെ വരച്ചൊരു പഴമ തോന്നിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള വലുപ്പനുസരിച്ച് അപ്പോൾ ഇത്രയും വലുതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. മണ്ണിട്ട് കൊടുക്കുകയും ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ ഉണ്ടാക്കുകയും പുൽക്കൂട് ഉണ്ടാക്കിയതൊന്ന് ചെക്ക് ചെയ്യുകയും പിന്നെ നമ്മൾ വിത്തുകൾ മുളപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.